അതിസാഹസികമായി ആളുകളുടെ വിശ്വാസം നേടി കളവ് നടത്തിയിരുന്ന മോഷ്ടാവ് പിടിയിൽ. ന്യൂഡൽഹിയിലാണ് സംഭവം. മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളോട് സ്വന്തം മകനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. വിശ്വാസം നേടിയെടുക്കാൻ വൈകാരികമായിട്ടുള്ള കഥകൾ കെട്ടിച്ചമയ്ക്കും. അങ്ങനെ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന മാതാപിതാക്കളുടെ വിശ്വാസം നേടിയെടുക്കും. ഒടുവിൽ പിടിക്കപ്പെടുന്നതിന് മുൻപ് പണവുമായി മുങ്ങും. ഇത്തരത്തിൽ 6 സംസ്ഥാനങ്ങളിലെ 9 കുടുംബങ്ങളെ പറ്റിച്ച ഇന്ദ്രരാജ് റാവത്ത് എന്നയാളാണ് ഒടുവിൽ UP പോലീസിന്റെ പിടിയിലായത്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ 9 കുടുംബങ്ങളാണ് റാവത്തിന്റെ വഞ്ചനയ്ക്കിരയായത്. 6-ാം വയസ്സിൽ തട്ടിക്കൊണ്ടുപോയി 30 വർഷങ്ങൾക്ക് ശേഷം ഗാസിയാബാദിലെ കുടുംബവുമായി ഒത്തുചേർന്ന റാവത്തിന്റെ വാർത്തകൾ അടുത്തിടെ വലിയ ശ്രദ്ധയാണ് നേടിയിരുന്നത്. പിന്നീട് സംശയം തോന്നിയ ബന്ധുക്കൾ DNA പരിശോധന നടത്തിയതോടെയാണ് കള്ളി വെളിച്ചത്തായത്. 7-ാം വയസ്സിൽ തട്ടിക്കൊണ്ടുപോയെന്ന് അവകാശപ്പെട്ട് നവംബർ 24-നാണ് റാവത്ത് ഗാസിയാബാദിലെ ഖോഡ പോലീസ് സ്റ്റേഷനിലെത്തിയത്. സ്കൂൾ വിട്ടു പോകുമ്പോൾ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നുവെന്നായിരുന്നു വാദം. കൂടാതെ ജയ്സാൽമേറിൽ ഇടയനായി അടിമപ്പണി ചെയ്യുകയായിരുന്നെന്ന കഥയും കെട്ടിച്ചമച്ചു. കുട്ടിക്കാലത്ത് 3 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് ഇയാൾ വർഷങ്ങളായി 9 കുടുംബങ്ങൾക്കൊപ്പവും കഴിഞ്ഞത്. വീട്ടുകാരുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം മോഷണം നടത്തി നാടുവിടുകയാണ് പതിവ്. വളരെ വിചിത്രമായി ചിന്തിക്കുന്ന കള്ളന്മാർ അല്ലെങ്കിൽ മോഷ്ടാക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മോഷണം നടത്താനായി പല കുടുംബങ്ങളുടെ കഥകൾ മനസ്സിലാക്കി അതനുസരിച്ച് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവിടെ കയറിപ്പറ്റി ശേഷം കബളിപ്പിച്ച് കടക്കുന്ന രീതി ആദ്യമാവും. 2021 രാജസ്ഥാനിലെ റാവൽസറിൽ ഒരു കുടുംബത്തോടൊപ്പം അകന്ന ബന്ധുവാണെന്ന് നടിച്ച് താമസിച്ച റാവത്ത് മോഷണം നടത്തി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അറസ്റ്റിലായി. ജാമ്യത്തിലിറങ്ങിയതോടെ വഞ്ചന വീണ്ടും തുടർന്നു. 2023 രാജസ്ഥാനിലെ സിക്കാറിൽ ഒരു കുടുംബത്തോടൊപ്പം താമസിച്ച പ്രതി കാണാതായ മകൻ പങ്കജിന്റെ പേരും വിവരങ്ങളും ഉപയോഗിച്ചു. പിന്നീട് ദെറാദൂണിലേക്ക് കടന്നു. അവിടെ മറ്റൊരു കുടുംബത്തോടൊപ്പം അവരുടെ മകൻ മോനുവാണെന്ന് അവകാശപ്പെട്ട് 4 മാസം ചെലവിട്ടു. ഇതേ കഥ ആവർത്തിച്ച് റാവത്ത് പഞ്ചാബിലെ ഭട്ടിൻഡ, രാജസ്ഥാനിലെ ജയ്സാൽമേർ, ഹരിയാനയിലെ സിർസ എന്നിവിടങ്ങളിലെ കുടുംബങ്ങളെയും പറ്റിച്ചു. യഥാർത്ഥത്തിൽ റാവത്ത് മോഷ്ടാവാണെന്ന് അറിഞ്ഞതോടെ ഇയാളുടെ സ്വന്തം കുടുംബം 2005-ൽ ഇയാളെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി.